ചോദ്യമാണ് ഇത്തരക്കാർക്ക് പറയാനുള്ളത്. ആടുകളെ എന്തുകൊണ്ടാണ് ഇവർ ഇക്കൂട്ടത്തിൽ കൂട്ടാതിരുന്നത്? അതുപോലെ തന്നെ അതിനെന്താ ജീവനില്ലേ? അതിനും ഇതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങളും ഒക്കെ ഇല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് അതേക്കുറിച്ചൊന്നും പറയാതിരുന്നത്? പാവപ്പെട്ടവരും സാധാരണക്കാരും കഴിക്കുന്ന മാംസമെന്ന് പറയുന്നത് കാളകളുടേതും പോത്തുകളുടേതുമാണ്. അതാണ് ഇന്നവർക്ക് നിഷേധിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ റംസാൻ കാലത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഇത്തരം ഒരു തീരുമാനമെടുത്തതിലൂടെ ചില സന്ദേശങ്ങളാണ് BJP സർക്കാർ നൽകുന്നത്. സദ്ദാം ഹുസൈനെ വധിക്കാൻ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം തിരഞ്ഞെടുത്തത് ഒരു പെരുന്നാൾ ദിവസമാണ്. സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് സത്യത്തിൽ ഇവിടെയും. രാജ്യത്ത് ചേരിതിരിവുണ്ടാക്കാൻ, വർഗീയ കലാപങ്ങൾക്ക് തുടക്കം കുറിക്കാൻ BJP തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാനെന്ത് ഭക്ഷിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. വിശ്വാസം കൂടി നേടിയെടുക്കേണ്ടതുണ്ട് ഇത്തരം ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ എന്ന് തോന്നുന്നില്ലേ ശ്രീ MT രമേശ്? രാജ്യത്ത് ചില നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം നോക്കിയിട്ടല്ല. ഇത് സുപ്രീം കോടതി പല പ്രാവശ്യം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലെ കന്നുകാലി ചന്തകൾ നടക്കുന്ന ഈ അക്രമം തടയാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ്. കന്നുകാലി ചന്തകൾ എന്തിനാണെന്ന് വളരെ വ്യക്തമാണ്. അതിന് വിരുദ്ധമായ പ്രവർത്തനം, നിയമവിരുദ്ധമായ പ്രവർത്തനം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പരിരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, ഈ രാജ്യത്ത് അത്തരം അഭിപ്രായം തേടാതെ സംസ്ഥാന സർക്കാരുകൾക്ക് പറയാനുള്ളത് എന്താണ് എന്നുകൂടി കേൾക്കാതെ എന്തായിരുന്നു ഇത്ര അടിയന്തര സ്വഭാവം പെട്ടെന്ന് നടപ്പാക്കാൻ? അടിയന്തര സ്വഭാവമുണ്ട് സ്മൃതി. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുന്നവരാണ് നിങ്ങൾ. ഇത് പെട്ടെന്നല്ല. സുപ്രീം കോടതി ഈ ഗവൺമെന്റിന് 3 പ്രാവശ്യമായി കത്തയക്കുന്നു. നിങ്ങൾ ഇത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം അറിയണം. കേന്ദ്ര ഗവൺമെന്റിനോടാണ് അഭിപ്രായം ചോദിച്ചത്. ഞങ്ങൾ അതിനനുസരിച്ച് ആ അഭിപ്രായത്തിന് വേണ്ടി ഒരു അന്തർ സംസ്ഥാന തലത്തിൽ സമവായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഇന്ത്യയിലെ നിരവധി ആളുകൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേന്ദ്ര വിഷയമാണിത്. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അല്ല കൊടുക്കേണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് ആണ് അഭിപ്രായം അറിയേണ്ടത്. കേന്ദ്ര വിഷയമാണ് അത്. ഒന്ന്, മുഖ്യമന്ത്രിയും കന്നുകാലികളെ അറവുശാലകൾക്ക് വിൽക്കുന്നത് നിരോധിക്കണം എന്ന് സുപ്രീം കോടതി എപ്പോഴെങ്കിലും ഉത്തരവിട്ടിട്ടുണ്ടോ? എങ്ങനെ? കന്നുകാലികളെ അറവുശാലകൾക്ക് വിൽക്കുന്നത് നിരോധിക്കണം എന്ന് സുപ്രീം കോടതി എപ്പോഴെങ്കിലും ഉത്തരവിട്ടിട്ടുണ്ടോ? സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താനാണല്ലോ പറഞ്ഞത്. രാജ്യത്ത് കന്നുകാലികൾക്കെതിരായി നടത്തുന്ന അക്രമങ്ങൾ നിരോധിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് താങ്കൾ ആവർത്തിക്കുന്നത്. കന്നുകാലികളെ അറവുശാലകൾക്ക് വിൽക്കുന്നത് നിരോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താനാണ്. ആ വ്യക്തത ഞങ്ങൾ വരുത്തി. കന്നുകാലി ചന്തകളിൽ കാർഷിക ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല, അവയെ കൊല്ലാൻ വിൽക്കാൻ പാടില്ല. അത് നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ്. അത് നിലപാടാണ്. ആ നിലപാട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ തീരുമാനം മാറ്റിക്കാൻ നിങ്ങൾ ആരും നോക്കണ്ട. അറവുശാലകൾക്ക് വിൽക്കുന്നത് നിരോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണോ? കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി അടിയന്തര സ്വഭാവമുണ്ട്, സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്, സുപ്രീം കോടതി പെട്ടെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാദമാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അറവുശാലകൾക്ക് വിൽക്കുന്നത് നിരോധിക്കണമെന്ന് സുപ്രീം കോടതി ഇല്ല. താങ്കൾ മറുപടി പറയുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നിട്ടുണ്ടെങ്കിൽ, മനസ്സിലാകുന്നില്ല നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമാണ്. മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം. പക്ഷേ കന്നുകാലികളെ അനധികൃതമായി ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കും കടത്തുന്നത് തടയണം എന്ന് ആവശ്യപ്പെട്ട് വന്ന ഹർജിയാണ്. അതിലാണ് കോടതി ഉത്തരവിട്ടത്. ഒരു 2 മിനിറ്റ് നിങ്ങൾ ഇടപെടാതെ എനിക്ക് സമയം തന്നാൽ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ് അവസാനിക്കുന്നവരെ നിങ്ങൾ ഇടപെടാതിരുന്നാൽ ഞാൻ പറയാം. അതിന് സാധിക്കുമോ? പറയൂ. ഓക്കെ ആണല്ലോ? ഇനി ഇടപെടരുത്. ഞാൻ പറഞ്ഞ 2 മിനിറ്റ് മതി എനിക്ക്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് വന്നിട്ടുള്ളത് ഈ കന്നുകാലി ഉൾപ്പെടെയുള്ള
വളർത്തുമൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് സമീപനങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കകത്തേക്കും പുറത്തേക്കും കന്നുകാലികളെ കയറ്റിയേക്കുന്നതുമായി ബന്ധമുണ്ട്. ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് എന്താണ് എന്നാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ആ കാലം വരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് നിലപാടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത്? ഒരു സത്യവാങ്മൂലം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി എല്ലാ തലത്തിലും ആലോചിച്ചു. അതിനടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുക്കുന്നതിന് മുമ്പായി ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങി. ഈ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങളാണ് സുപ്രീം കോടതി പറയേണ്ടത്. സുപ്രീം കോടതിയിൽ ഇവർക്ക് ചാലഞ്ച് ചെയ്യാം, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. സുപ്രീം കോടതിയിൽ ഇവർ ചാലഞ്ച് ചെയ്തോട്ടെ, ഈ എതിർക്കുന്ന ആളുകളൊക്കെ ചാലഞ്ച് ചെയ്തോട്ടെ. നിയമപരമായിട്ടുള്ള സാധുതയുണ്ടോ ഇല്ലയോ സുപ്രീം കോടതി പരിശോധിക്കാമെങ്കിലോ. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇറങ്ങിയത്. ആ നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ഇത് കന്നുകാലി ചന്തകൾക്ക് മാത്രം ബാധകമുള്ള നിയമമാണ്. ഇത് കന്നുകാലി ചന്തക്ക് വെളിയിലുള്ള ബാധകമാകുന്ന നിയമമല്ല. ബാധകമാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകാം, പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ അങ്ങനെ പറയുന്നില്ല. ശ്രീ എം ടി രമേശ്, കന്നുകാലികളെ അറവുശാലകൾക്ക് വിൽക്കുന്നത് നിരോധിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിലില്ല എന്നാണ് താങ്കൾ പറയുന്നത്. കന്നുകാലികളെ അറവുശാലകൾക്ക് വിൽക്കുന്നത് നിരോധിക്കണമെന്ന് പറഞ്ഞില്ല. കന്നുകാലി ചന്തയിൽ ക്രയവിക്രയം നടത്തുന്ന കന്നുകാലികളെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. സ്മൃതിയുടെ വീട്ടിലുള്ള ഒരു കന്നുകാലിയെ നാളെ അറവുശാലയിലേക്ക് വിൽക്കുന്നതിനെ കുറിച്ച് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നാളെ അത് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോ പറയുന്ന നോട്ടിഫിക്കേഷൻ ഏതായാലും അതിനെ കുറിച്ച് പറയുന്നില്ല. വാങ്ങുന്നത് എനിക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അറവുശാലയ്ക്ക് എങ്ങനെ കൊടുക്കും? നിങ്ങൾ കന്നുകാലി ചന്തയിൽ നിന്ന് മേടിക്കുന്ന കന്നുകാലി ചന്തയിൽ നിന്ന് ജില്ലാ കലക്ടർക്ക് സത്യവാങ്മൂലം കൊടുത്ത് കാർഷിക ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്ന കന്നുകാലിയെ അത് അറവുശാലയ്ക്ക് വിൽക്കണമെങ്കിൽ 6 മാസം കഴിയണം. അത് കൃത്യമാണ്. നിങ്ങൾ സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ നടക്കും. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അങ്ങനെയാണ്. നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ഇല്ലേ? അതിലുണ്ടല്ലോ. ശ്രീ എം എൻ കാരശ്ശേരിയും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം എൻ കാരശ്ശേരി, താങ്കൾ ഈ ചർച്ച തുടക്കം മുതൽ കേൾക്കുകയാണ്. BJPയുടെ വാദത്തെ എങ്ങനെ കാണുന്നു? മിനിസ്റ്റർ KT ജലീൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, ഏത് ദിവസമാണ് ഇങ്ങനെ ഒരു വിജ്ഞാപനം വന്നത് എന്നത് പ്രധാനം തന്നെയല്ലേ? അല്ല സ്മൃതി, ഞാൻ വളരെ കഷ്ടമായിട്ട് ആലോചിച്ചത് എന്താ വെച്ചാല്, നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോ പശുക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് വൈകാരികമായ കാര്യങ്ങൾ എടുത്ത് വളരെ വേഗം നമ്മളൊരു മതരാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെയും വലിയ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന വളരെ അന്യായമായ നിലപാടുകളാണ് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള അനേക കോടി മനുഷ്യന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ പശുവിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, പശുവിനെ കൊല്ലുന്നുണ്ടോ, പശുവിനെ തല്ലുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ വേറെ എന്ത് വന്നാലും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിതി? നമുക്കിപ്പോ ഞാൻ ചോദിക്കുന്നത്, ജനങ്ങളെ തല്ലുന്നതും കൊല്ലുന്നതും പ്രശ്നമല്ല. സഹാരൻപൂരിൽ പ്രശ്നങ്ങൾ കാണാൻ പോയ രാഹുൽ ഗാന്ധിയെ തടയുകയും ചെയ്തു. ഇന്നിപ്പോൾ പോലീസിന്റെ നിർദ്ദേശത്തെയൊക്കെ മറികടന്ന് അദ്ദേഹം അവിടത്തെ ദളിതരെ കാണാൻ പോവുകയും ചെയ്തിരിക്കുന്നു. ഇത്തരം സാഹചര്യവും രാജ്യത്തുണ്ട്. അതെ, ഇവിടെ സ്ത്രീകൾക്ക് രക്ഷയില്ല, ദളിതർക്ക് രക്ഷയില്ല, ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല. ഭാഷയുടെ പേരിലോ ആചാരങ്ങളുടെ പേരിലോ മറ്റേ രാഷ്ട്രീയത്തിന്റെ പേരിലോ ആളുകളെ തല്ലെ കൊല്ലെ അക്രമം കാണിക്കുക ലഹള ഉണ്ടാക്കുക ചെയ്യുന്നതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാല് അധികാരം നേടാൻ വേണ്ടിയോ നേടി അധികാരം നിലനിർത്താൻ വേണ്ടിയോ പശുവിന്റെ കാര്യം പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ ആളുകൾക്ക് വിവേകം എന്നുള്ളത് കുറവാണ്, വിചാരം എന്നുള്ളത് കുറവാണ്. നമുക്ക് വികാരം കൊണ്ട് കളിക്കാം എന്നാണ് ഇവിടുത്തെ പൊതുവെ രാഷ്ട്രീയക്കാർ വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് BJP വിചാരിക്കുന്നത്. ഇത് വളരെ വളരെ കഷ്ടമായുള്ള സ്ഥിതിയാണ്. നമ്മൾ 70 കൊല്ലം കഴിഞ്ഞിട്ട് മതേതര രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് 70 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വളരെ വേഗം മതരാഷ്ട്രം ഉണ്ടാക്കാൻ പോവാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള ജീവകാരുണ്യ പ്രശ്നവുമില്ല, മൃഗസ്നേഹവും. ഇത് മുഴുവൻ അധികാരത്തോടുള്ള ആർത്തിയാണ്. മാത്രമല്ല ഇവിടുത്തെ സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള, പരസ്പരം സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള, പരസ്പരം അയൽവക്കക്കാരെ പരസ്പരം അകറ്റിക്കളയാനുള്ള വളരെ ദുഷ്ടമായ ഒരു ലാക്ക് വെച്ചിട്ടുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ KT ജലീൽ, ഇതിപ്പോൾ രാജ്യത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം 26,000 കോടി വിദേശ നാണ്യമാണ്
മാംസ കയറ്റുമതിയിൽ നിന്ന് രാജ്യത്തിനുണ്ടായിരിക്കുന്നത്. കയറ്റുമതിയിൽ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ലോകത്തിൽ തന്നെ. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുള്ള വലിയൊരു ലാഭം വേണ്ടെന്ന് വെക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്രം പോകുമെന്ന് കരുതുമോ? അതിലപ്പുറമുള്ള ഒരു കോർപ്പറേറ്റ് അജണ്ട ഇതിലുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതില്ലേ? ചെറുകിട കച്ചവടക്കാരെയും ലോക്കൽ അറവുകാരെയും ഒക്കെ മാറ്റിക്കൊണ്ട് അവരെ തടഞ്ഞുകൊണ്ട് വലിയ ഫാമുകൾക്കും അറവുശാലകൾക്കും മാത്രം, വൻകിടക്കാർക്കും മാത്രം ലൈസൻസ് നൽകുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൂടി മുന്നിൽ കാണുന്നുണ്ടോ? തീർച്ചയായും ഇത് അങ്ങോട്ട് തന്നെയാണ് നീങ്ങാൻ വേണ്ടി പോകുന്നതെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള നാട്ടിൻപുറങ്ങളിലെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ഈ മേഖലയെ കോർപ്പറേറ്റുവൽക്കരിച്ച് ഏതെങ്കിലും ഏറ്റവും ആധുനികമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് അറുത്ത് അത് പാക്കറ്റിലാക്കി നമ്മളുടെ മാർക്കറ്റുകളിൽ എത്തിച്ച് അത് നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് അവസാനം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ, ഇതൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമൊന്നും അല്ല. കേരളത്തിൽ 97% ആളുകൾ അവർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരല്ലല്ലോ, ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നവരല്ലല്ലോ. എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്നവരും മാംസം കഴിക്കുന്നവരായിട്ടുണ്ട്. ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കുമാണ് ഈ കന്നുകാലിക്കടത്ത് പോയതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ കേസ് വന്നത്. ബംഗ്ലാദേശ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ നേപ്പാൾ ഒരു ഹിന്ദു ഭൂരിപക്ഷ